നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം ചതുർവിംശ സർഗ 24-ാം സർഗം ആരംഭിക്കുന്നു. 23-ാം സർഗത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിരുന്നത് ഖരൻ അത്യധിക കോപത്തോടെയും ഗർവത്തോടെയും ശ്രീരാമ ലക്ഷ്മണന്മാരോട് യുദ്ധത്തിന് തയ്യാറാകുന്നതാണ്. വല്ലാത്ത ദുശകുനങ്ങളൊക്കെ പ്രകൃതിയിൽ പ്രത്യക്ഷമായി എങ്കിലും ഖരന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ അവരെ രണ്ടുപേരെയും കൊന്നുകളയുമെന്ന് ഖരൻ വീമ്പിളക്കുന്നു. ഞാൻ കളവ് പറയുകയല്ല എന്നും ദേവർഷിമാരും ദേവന്മാരും പോലും എന്നെ ഭയപ്പെടുന്നു, പിന്നാണോ മനുഷ്യനായ രാമലക്ഷ്മണന്മാർ എന്ന് ഖരൻ സ്വയം വീമ്പിളക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഖരൻ അവരുടെ നേരെ ആഞ്ഞടുക്കുകയാണ്. 24-ാം സർഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ചതുർവിംശ സർഗ 24-ാം സർഗം ശ്ലോകം 1. ആശ്രമം പ്രതിയാതേതു ഖരേ ഖരപരാക്രമേ താനേവ ഉത്പാദികാൻ രാമ സഹഭ്രാത ദദർശഃ. ഘോരപരാക്രമനായ ഖരൻ രാമാശ്രമത്തിന് നേർക്ക് കുതിച്ച സന്ദർഭത്തിലുണ്ടായ ദുർനിമിത്തങ്ങൾ രാമനും ലക്ഷ്മണനൊപ്പം കണ്ടു. ശ്ലോകം 2. താൻ ഉത്പാദാൻ മഹാഘോരാൻ രാമോ ദൃഷ്ട്വാത്യമർഷണഃ പ്രജാരാമഹിതാൻ ദൃഷ്ട്വാ വാക്യം ലക്ഷ്മണമബ്രവീതം. ആ മഹാഘോരങ്ങളായ പ്രജകൾക്ക് അഹിതങ്ങളായ ദുർലക്ഷണങ്ങൾ കണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. ശ്ലോകം 3. ഇമാൻ പശ്യ മഹാബാഹോ സർവഭൂതാപഹാരിണഃ സമുദ്ധിതാൻ മഹോത്പാദാൻ സംഹർത്തും സർവരാക്ഷസാൻ. മഹാബാഹുവായ ലക്ഷ്മണ, നോക്കൂ, ഈ ദുർനിമിത്തങ്ങൾ സമസ്ത ജീവികൾക്കും ദോഷകരങ്ങളായി ഉദയം പൂണ്ടത് രാക്ഷസ സംഹാരത്തെ കുറിക്കാനാണ്. ശ്ലോകം 4. അമീരുധിരധാരാസ്തു വിസൃജ്യന്ത്യേ ഖരസ്വനാഃ വ്യോംനി മേഘാനിവർതന്തേ പരുഷാ ഗർദഭാരുണാഃ. അത്യധികം ദാരുണങ്ങളും ഖരസ്വനങ്ങളുമായി ആകാശത്തിൽ കാണുന്ന ഈ മേഘങ്ങൾ ഘോരങ്ങളായി ചൂഴ്ന്നുകൊണ്ട് രക്തമഴ പെയ്യുന്നു. ശ്ലോകം 5. സധൂമാച്ഛശരാ സർവേ മമ യുദ്ധാഭിനന്ദിതാഃ രുക്മപൃഷ്ടാനി ചാപാനി വിജേഷ്ടന്തേ വിചക്ഷണഃ. എൻ്റെ ശരങ്ങളെല്ലാം യുദ്ധത്തിനുള്ള ഉത്സാഹത്തോടെ പുകയുന്നു, സ്വർണം പൊതിഞ്ഞ വില്ലുകൾ തുടിക്കുന്നു. ശ്ലോകം 6. യാദൃശാ ഇഹ കൂജന്തി പക്ഷിണോ വനചാരിണഃ അഗ്രതോ നോ ഭയം പ്രാപ്തം സംശയോ ജീവിതസ്യ ച. വനചരങ്ങളായ പക്ഷികൾ കൂകുന്നതിനർത്ഥം നമുക്ക് അഭയവും അവർക്ക് ജീവിതത്തിൽ ആപത്തുമെന്നാണ്. ശ്ലോകം 7. സംപ്രഹാരസ്തു സുമഹാൻ ഭവിഷ്യതി ന സംശയഃ അയം ആഖ്യാതി മേ ബാഹു സ്ഫുരമാണോ മുഹുർമുഹുഃ.
അതിഘോരമായ യുദ്ധം നടക്കാൻ പോകുന്നു എന്നതിൽ സംശയമില്ല. വീണ്ടും വീണ്ടും തുടിച്ചുകൊണ്ടിരുന്ന എൻ്റെ കൈ അതാണ് സൂചിപ്പിക്കുന്നത്. 7 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത